ഈ തല്ലുമാല സിനിമയുണ്ടല്ലോ ടോവിനോയുടെ, തല്ലുമാല സിനിമയിൽ ടോവിനോ അവതരിപ്പിച്ച കഥാപാത്രം ഒരു കോളേജിൽ പോയിട്ട് അവിടെ പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലുള്ള ഒരാളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ട് കുറേ വർഷമായ പടം, കണ്ട ആൾക്കാർക്ക് ഓർമ്മയുണ്ട്. അതായത് അവിടെ അയാളെന്ന് നല്ല കാര്യങ്ങൾ പറയാണ്, പക്ഷേ ഇയാൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കിയിട്ട് ഭയങ്കര കയ്യടിയാണ്. ടോവിനോയുടെ ഹീറോയിസൊക്കെ മൊത്തം കാണിക്കുകയാണ്. അപ്പോൾ അതായത് അത് വളരെ ഹീറോയിസായിട്ടാണ് കാണിക്കുന്നതെങ്കിലും സത്യത്തിൽ ഈ റൈറ്റ് വിങ് വലതുപക്ഷം എന്ന് നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊന്നും മനസ്സിലായി. എന്തിനാണ് വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത്? ഈ വലതുപക്ഷം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഇവരെ ഈ തൊപ്പിയെ നോക്കിയാൽ മതി. അവരുടെ വലതുപക്ഷത്തിൻ്റെ ഒരു എലമെൻറ്റ് ഇവരുടെ എപ്പോഴും കിടക്കുന്നുണ്ട്. അത് ലോകവ്യാപകമായിട്ട് ഇവരെ പോലത്തെ സ്ട്രീമേഴ്സിനെല്ലാം ഉണ്ട്. ഇപ്പോൾ ആൻഡ്രൂ ഇയാളുണ്ടല്ലോ, ആൻഡ്രൂ ടേറ്റ്. അപ്പോൾ ഇയാളൊക്കെ അതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പൊതുസമൂഹത്തിലെ നിയമങ്ങളെ നമ്മൾ വകവെക്കുന്നേ ഇല്ല എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതൊരു റൈറ്റ് വിങ് സംഗതിയാണ്. അതിന് വേണ്ടുന്ന വിഭവങ്ങൾ ഇവർക്ക് കിട്ടുകയും ചെയ്യും. അതിനോട് ആകർഷകരായിട്ടാണ് ഈ ആളുകൾ മുഴുവൻ വരുന്നത്. പിന്നെ ഇതിപ്പോൾ പുതിയൊരു കാലത്തിൻ്റെ സംഗതിയായതുകൊണ്ട് പൊതുവിൽ നമ്മളെ ആരെങ്കിലും അമ്മാവന്മാരെന്ന് വിളിക്കുമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാം ഇവരെ വല്ലാതെ വിമർശിക്കാൻ നിൽക്കില്ല. പൊതുവിൽ ഇപ്പോൾ സാധാരണ ഇതിൽ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മംഗളം മനോരമ, സഖി, സുനന്ദ എന്നൊക്കെ പറഞ്ഞ വീക്ക്ലീസില്ലേ, ആ വീക്ക്ലി DYFIക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കത്തിക്കുമായിരുന്നു. കാരണം ഇതിനകത്തൂടെ പുറത്തു വരുന്ന സംഗതികൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അത് കത്തിക്കുന്നത് ശരിയാണെന്നല്ല, പക്ഷേ ഞാൻ പറയുന്ന ഒരു പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഒരു പുതിയ സംഗതിയെ അത് അതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണെങ്കിൽ അതിനെതിരെ വർത്തമാനം പറയായിരുന്നു. ആളുകൾ ഒന്നും മേലീട് നോക്കാതെ വർത്തമാനം പറയായിരുന്നു. പക്ഷേ ഇവിടെ ഇതെന്തോ പുതിയ സംഭവമാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ പഴഞ്ഞ ആൾക്കാരായി പോകുമെന്ന് കരുതിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും DYFIക്കാരാണെങ്കിലും ഇവരെ മിണ്ടില്ല. കാരണം നമ്മുടെ ആളുകൾ കൂടെ പോകുമെന്ന് പേടിച്ചിട്ട് കുട്ടികളെല്ലാം ഇവരുടെ കൂടെയാണല്ലോ. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ വിധ്വംസകമായിട്ടുള്ള ഈ സ്വഭാവം, ഇവർ വർത്തമാനം പറയുന്ന ഈ കുട്ടികളെ മുഴുവൻ വഷളാക്കുകയാണ്. അങ്ങേയറ്റം മോശമായിട്ടോ എനിക്കത് പറയാൻ മടിയൊന്നുമില്ല, അതങ്ങനെ ആഞ്ഞ് തന്നെ പറയേണ്ടതാണ് നമ്മൾ. അതായത് വളരെ മോശം, ഈ സ്ട്രീമേഴ്സ് എല്ലാം മോശമാണെന്നൊന്നുമല്ല, പക്ഷേ ഇവർ ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്നത്. ശരിക്കും പൊതുസമൂഹത്തിൻ്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ എത്രക്ക് കർക്കശമാണ് എന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് നിന്നിട്ട് കളിക്കൂ, ഈ വളയത്തിനകത്ത് നിന്ന് കളിക്കൂ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്. അതായത് ഇതിനകത്ത് കുട്ടികളെ പീഡിപ്പിക്കുക, പോക്സോ കേസ്, പിന്നെ അശ്ലീലമായിട്ടുള്ള പ്രദർശനം, അതേക്കുറിച്ചുള്ള വിളിച്ച് പറയില്ല, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങേയറ്റം. ഇപ്പോൾ ഹനാൻ ഷാ വളരെ ആളുകൾ ഇതുപോലെ തന്നെ ആരാധിക്കുകയും മറ്റും ചെയ്യുന്ന ചെറുപ്പക്കാർക്കിടയിൽ വലിയ ബിംബമായിട്ടുള്ളൊരു നല്ല പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സംഘത്തിലൊരു പെൺകുട്ടിയെ പറ്റി മോശം പറഞ്ഞിരിക്കുകയാണെന്നാണ് രമേശ് ചെന്നിത്തല ചെന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയായ കാര്യമല്ല എന്ന് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഈ കുട്ടികളല്ല ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തുക, ഈ തൊപ്പിയൊക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അത് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതൊക്കെ ചെയ്താലാണ് വിജയികൾ ആവുക എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതെല്ലാം എടുത്തിട്ട് നിയമ നടപടികൾ സ്വീകരിക്കണം. കാരണം അത് മയക്കുമരുന്നിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ മയക്കുമരുന്ന് കലക്കുന്ന ഇത്തരം സംഗതികളെ കൂടെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ച് കർക്കശമായിട്ട് തന്നെ ഇതിനൊരു ഹീറോയിസം കൊടുക്കുക എന്ന് വെച്ചാൽ, ഞാനത് നേരത്തെ ആ സിനിമയുടെ ഉദാഹരണം പറഞ്ഞു. അതായത് കാര്യങ്ങൾ വന്ന് അവതരിപ്പിക്കുന്ന, മനുഷ്യരോട് വർത്തമാനം പറയുന്ന കുറച്ച് മുതിർന്ന ആളുകളുണ്ടല്ലോ, മാഷന്മാരെ പോലെയൊക്കെയുള്ള ആളുകൾ, അവരെ പരിഹസിക്കുക, അത് എന്തോ വലിയ കാര്യമായിട്ട് കൊണ്ടു കിടക്കുക. ഇവ അവരിൽ പരിഹസിക്കേണ്ടുന്ന ചില എലമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഈ കാലത്തിൻ്റെ ഇങ്ങനെ എന്താണ് ഈ തല്ലും മാല പോലെ തല്ലും ബഹളവും അഴക്കും അടിയും ഒടിയും കഞ്ചാവടിയൊക്കെ നടത്തുന്ന ആൾക്കാരും എന്തോ ഹീറോസാണ് എന്ന് പറഞ്ഞ് ഗ്ലാമറൈസ് ചെയ്യുന്നത്, അക്ഷരം വാക്ക് പറഞ്ഞല്ലോ, ഡ്രഗ് ഗ്ലാമറൈസേഷൻ, അത് നടത്തുന്ന ആളുകളെ, ഇത്തരം വിധ്വംസമായ കാര്യങ്ങളെ ഗ്ലാമറൈസ് ചെയ്യുന്ന ആളുകളെ നല്ല ശക്തമായിട്ട് നിയമ നടപടികളിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ സംശയം വിചാരിക്കാൻ പാടില്ല.